ചെറ്റത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവിൽ കൃത്യമായി പറയുന്നത് ചെറ്റത്തരം, അല്പത്വം, ഹീനത. ഇംഗ്ലീഷിനാണെങ്കിൽ മീൻനെസ് എന്ന് പറയും. അപ്പോൾ അല്പത്വം നിറഞ്ഞ ഒരു സമീപനമായി പോയി ജി സുധാകരൻ്റേത് എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. കെ എസ് യുക്കാരായ ഗുണ്ടകളെ അദ്ദേഹം വിശേഷിപ്പിച്ചത് അത് കെ എസ് യു ഗുണ്ടകളല്ല, ഒരു നായർ ഗുണ്ടകൾ എന്ന നിലയിലാണ്. അപ്പോൾ ഈ രൂപത്തിൽ തരംതാണ ഒരു പരാമർശം നടത്തിയ, സമീപനം കാട്ടിയ ജി സുധാകരനെ അദ്ദേഹത്തിൻ്റെ സമീപനം ചെറ്റത്തരമാണ് എന്ന് പറഞ്ഞത് എന്തോ ഒരു മഹാ അപരാധമായി ഇപ്പോൾ കൊട്ടിഘോഷിക്കുകയാണ്. ചെറ്റത്തരം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചെറ്റ എന്ന് വിളിച്ചിട്ടേ ഇല്ല. അപ്പോൾ ചെറ്റ എന്ന് വിളിച്ചു എന്ന രൂപത്തിലാണ് ഇപ്പം വ്യാഖ്യാനം കൊടുക്കുന്നത്. ചെറ്റയും ചെറ്റത്തരവും രണ്ടും രണ്ടാണ്. ചെറ്റത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി സുധാകരൻ്റേത് ചെറ്റത്തരം എന്നാണ് പറഞ്ഞത്, ചെറ്റ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ചെറ്റത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവിൽ കൃത്യമായി പറയുന്നത് ചെറ്റത്തരം, അല്പത്വം, ഹീനത. ഇംഗ്ലീഷിനാണെങ്കിൽ മീൻനെസ് എന്ന് പറയും. അപ്പോൾ അല്പത്വം നിറഞ്ഞ ഒരു സമീപനമായി പോയി ജി സുധാകരൻ്റേത് എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മലയാളം നിഘണ്ടു അറിയില്ല, അർത്ഥമറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഭാഷാ പണ്ഡിതനെ പോലെ മുഖ്യമന്ത്രിനെ പഠിപ്പിക്കുന്ന സ്ഥിതിയുണ്ട്. അതിൽ മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞു, ഇതിനേക്കാളും അപ്പുറമുള്ള ഒരു ഭാഷ ഇല്ലാത്തത് കൊണ്ടാണ്, നിഘണ്ടുവിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാത്തത് എന്ന്. അപ്പോൾ തികഞ്ഞ വഞ്ചന നിറഞ്ഞ ഒരു സമീപനം ജി സുധാകരൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു വാക്കാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് മുഖ്യമന്ത്രി മാപ്പ് പറയണം എന്നാണ്. മാത്രമല്ല ജി സുധാകരൻ ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റാണ്, ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ്. എന്നാൽ കെ സുധാകരനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഉത്തമനായ ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല.